ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2378. ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി 186-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ദേവാലയത്തിൽ വെച്ച് പൈതലിനെ നഷ്ടപ്പെടുന്നു. എന്നിട്ടോ ഒരു ദിവസ ദൂരം കഴിഞ്ഞിട്ട്, ഒരു ദിവസ നേരം കഴിഞ്ഞിട്ട് മാതാപിതാക്കള് പതിയെ തിരിച്ചറിയുന്നു, കൂടെ പുത്രനില്ല. ഈ നല്ല പുലരിയില് മിക്കവാറും ആളുകള് ദേവാലയ ആരാധനയില് സംബന്ധിപ്പാനായിട്ടുള്ള ഒരുക്കത്തിലാണ്, തിടുക്കത്തിലാണ്. വേഗം മടങ്ങിയെത്തിയിട്ട് വേണം മറ്റ് പല കാര്യങ്ങളിലേക്ക് പതിവ് പോലെ എടുത്തിയാടാനായിട്ട്. സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ ആദ്യത്തെ വാക്കുകളാണ്. അന്ന് 12-ാം വയസ്സിൽ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ പുത്രനെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു നടന്ന് 3-ാം പക്കം ദേവാലയത്തിൽ മടങ്ങിയെത്തിയപ്പോൾ അവിടെ കാണുകയാണ് അമ്മയുടെ ഹൃദയം പൊട്ടിയ ഒരു വിലാപമുണ്ട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ്? നിന്റെ അപ്പനും ഞാനും എത്ര ഉത്കണ്ഠയോടുകൂടി നിന്നെ തിരയുകയായിരുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് അതിന് മറുപടിയാണ് യേശുവിൻ്റെതായ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയ ആദ്യത്തെ വാക്കുകൾ. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? നമുക്ക് ഈ ചോദ്യം വേറൊരു തരത്തിലും ചോദിക്കാം. അതിങ്ങനെയാണ്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോന്നറിയില്ല, എന്നാലും ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ എവിടെയൊക്കെയാണ് എന്നെ അന്വേഷിച്ചത്? ദേവാലയത്തിലേക്ക് പൈതലിനെ, പുത്രനെ കൊണ്ടുവന്നത് ഈ അപ്പനും അമ്മയാണ്. അവൻ കൂടെ ഉണ്ടോ എന്ന് നോക്കാതെ ദേവാലയം വിട്ടുപോയതും അവർ തന്നെയാണ്. ദേവാലയത്തിൽ വിട്ട ബാലനെ തേടി മറ്റെല്ലായിടത്തും അവർ അലഞ്ഞെന്തിനാണ്? നേരെ പള്ളിയിലേക്ക് പോന്ന പോരായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു വേദഭാഗത്തിൽ നിന്നും, ഈ നല്ല അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിലെ ഒരു കളങ്കമായിട്ടോ അവരുടെ ജീവിതത്തിലെ ഒരു ദുരന്തമായിട്ടോ മാത്രം നമ്മൾ ഇന്നും ഇത് വായിക്കുന്നു. ഇതെന്റെ ജീവിതത്തിലെ ദുരന്തത്തിന്റെ ചിത്രമാണ്. എൻ്റെ ഒപ്പം യേശു ഉണ്ടോ എന്നുള്ളതാണ്, യേശുവിൻ്റെ ഒപ്പം ഞാനുണ്ടോ എന്നുള്ളതാണ്. ഏതോ ഒരു നിർണായക നേരത്തെ തിരിച്ചറിയുന്നുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യത്തിലൊന്നും അല്ല ഞാൻ. യേശുവിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഞാൻ എവിടെയൊക്കെയാണ് വീണ്ടും അവനെ അന്വേഷിച്ചറിയുന്നത്? ഞാൻ അവനെ നഷ്ടപ്പെടുത്തിയ ഇടത്തേക്ക് എത്താനായിട്ട് ഞാൻ ഒരുപാട് വൈകുന്നുണ്ടല്ലോ. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താനായിട്ട് ഈ നല്ല ഞായർ ഏതൊരാളെയും സഹായിക്കട്ടെ. എവിടെ അവനെ കണ്ടെത്തുമെന്നുള്ള ഉറപ്പിൽ അവനെ അന്വേഷിക്കാനായിട്ട് കുറച്ചുകൂടി ധൈര്യമുണ്ടാവട്ടെ. ആമേൻ.